എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പല ആൾക്കാരും പല ജീവിതത്തിൽ സക്സസ് ആയ ആൾക്കാരെ കണ്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അവരെ അതിൽ നിന്നും പിന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? സക്സസ് ആവുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, അവരുടെ സ്റ്റോറീസ് വായിക്കുമ്പോൾ, അല്ലെ അവരെ കുറിച്ച് കേൾക്കുമ്പോൾ, അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ നമ്മൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യൂസുഫ് അലി സാർ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ലീഡർഷിപ്പ് എടുക്കുന്ന നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആളുകൾ, അല്ലെങ്കിൽ എക്കണോമിക്കലിയോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ കരിയറിലോ ഒക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് റിയലി ഇൻസ്പയർഡ് ആവാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല? അവനവന് യുണീക്കായിട്ട് പൊട്ടൻഷ്യലുള്ള മേഖലകൾ എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാവർക്കും തിരഞ്ഞെടുക്കാനും പറ്റും. അതത്ര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. പക്ഷെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ ഒരു റീസൺ ആണ് ഫിയർ. ഭയമാണ് പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ എക്സാമ്പിൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മൾ നീന്തലൊക്കെ അറിയുന്ന ആളുകളുണ്ടാവും, നീന്തൽ പഠിച്ച ആളുകളുണ്ടാവും, അതേപോലെ അത് അറിയാത്ത, വെള്ളം കാണുമ്പോൾ തന്നെ ഭയമുള്ള ആൾക്കാരുണ്ടാവും. നീന്തൽ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളപ്പൊക്കം വരുമോ, അല്ലെങ്കിൽ ഒരു മുന്നിലൊരു നദിയോ ഒരു കായലോ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അയാൾക്ക് ധൈര്യപൂർവ്വം അതിലേക്ക് എടുത്തു ചാടാനും അക്കരെ പറ്റാനും കഴിയും. പക്ഷെ നീന്തൽ അറിയാത്ത ഒരാള് ഇവിടെ നിന്നുകൊണ്ട് അയാള് ഭയന്ന് വിറച്ച് ഒരു പക്ഷേ അയാളുടെ ജീവൻ വരെ ആ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ ആ കൺസേൺഡ് ആയിട്ടുള്ള മാറ്ററിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുക, നമ്മൾ അറിവ് നേടുക എന്നുള്ളതാണ്. ആദ്യം തന്നെ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബിസിനസ് എന്നത് വളരെ നല്ല ഒരു മേഖലയാണ്. ഈ മേഖലയിൽ നല്ലൊരു അറിവ് സമ്പാദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മേഖല വിജയിച്ചെടുക്കാൻ പറ്റും.